മാഗസിൻ മീഡിയ എന്റർടൈൻമെന്റ്. ഈ ഒരു നിമിഷം, ഈ ഒരു സെക്കൻഡ് നിങ്ങളുടെ ഹാപ്പിനെസ്സിലിരിക്കുക, സന്തോഷത്തിലിരിക്കുക. എന്തെങ്കിലുമൊക്കെ ടെൻഷൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കാം. കാരണം 2020 നമ്മൾ കോവിഡിന്റെ വലിയ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് 2021 വരുമ്പോൾ ഒത്തിരി ചെറിയ ഹാപ്പിനെസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ആ ചെറിയ സന്തോഷങ്ങളിലെ ഒരു വലിയ പാർട്ടായിട്ടുള്ള ഒരു സിനിമ ഓപ്പറേഷൻ ജാവ. അതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് എനിക്കിപ്പോൾ ഉള്ളത്. നമ്മുടെ സ്വന്തം തരുൺ ചേട്ടൻ, ധന്യ ചേച്ചി, വിനീത് ചേച്ചി. എന്നേലും എല്ലാവരും മുതിർന്നവരായതുകൊണ്ടാണ് ആരീന്ന് തുടങ്ങണം ഫസ്റ്റ്. എല്ലാവരും ഡയറക്ടറും എല്ലാവരും ഡയറക്ടറിൽ നിന്ന് തുടങ്ങാം. ആസ് എ ഡയറക്ടർ, സിനിമയിൽ സംവിധായകൻ, ഡയറക്ടർ, ഒരുപാട് നാളത്തെ ഡ്രീം, സ്വപ്നം. ആ ബിഗ് സ്ക്രീനിൽ ആ പേരങ്ങനെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? പിന്നോട്ട് നോക്കുമ്പോഴും ഇപ്പൊ നോക്കുമ്പോഴും? അല്ല, സന്തോഷം. അതാണ് മെയിനായിട്ട്. ഇപ്പോൾ നമുക്ക് ആളുകൾ പേരെഴുതി കാണിക്കുമ്പോൾ അവസാനം കൈയടിക്കുന്നു എന്ന് പറയുന്നതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ നമ്മൾ ഇപ്പോൾ തുടക്കത്തിൽ പേരെഴുതി ആർക്കും അറിയില്ല, പക്ഷെ ഒരു സിനിമ മൊത്തം കാണിച്ചു കഴിഞ്ഞിട്ട് അവരെവിടെയൊക്കെയോ ആ സിനിമ ടച്ച് ചെയ്തുകൊണ്ടാണല്ലോ ആ ലാസ്റ്റ് പേരെഴുതി കാണിക്കുമ്പോൾ അവർ എണീറ്റ് നിന്ന് കൈയടിക്കുന്നത്. അത് ഞാൻ ഡ്രീം ചെയ്തിട്ടില്ല. ഈ പറയുന്ന പോലെ സിനിമ നല്ലതായിരിക്കും എന്നറിയാം, പക്ഷേ ഒരുപാട് അപ്രീസിയേഷൻസും ക്രിറ്റിക്സ് റിവ്യൂസും ഈ പറയുന്ന ഒരുപാട് സെലിബ്രിറ്റീസും ഒക്കെ വിളിച്ചിട്ട് നീ മെടുക്കനാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന അഹങ്കാരം ഉണ്ടല്ലോ, അതുകൊണ്ട് അതാണ് ഇപ്പോഴത്തെ ഒരു സന്തോഷം. ഫാമിലിയുടെ ഒരു ഇമ്പാക്ട് എങ്ങനെയായിരുന്നു? അവരുടെ ഒരു ഇന്ററാക്ഷൻ എങ്ങനെയായിരുന്നു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ? അല്ല, അവർ ത്രൂ ഔട്ട് ഞാൻ പോയ വഴികൾക്കൊപ്പം തന്നെ അവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ ഫസ്റ്റ് കട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ഡ്രാഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ സജഷൻസിന് വൈഫിൻ്റെയും ഫാദറിൻ്റെയും ഒക്കെ കൊടുക്കാറുണ്ട്. സെക്കൻഡ് ഡ്രാഫ്റ്റ് എല്ലാ ഡ്രാഫ്റ്റിൻ്റെയും ഒരു അഭിപ്രായം അറിയാനുണ്ട്. ക്രിറ്റിക് റിവ്യൂ പോലെ ഒരു അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പടത്തിൻ്റെ ഒരു ഫസ്റ്റ് കട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവരോട് ഞാൻ ചോദിച്ചിരുന്നു. ഈവൻ ഒരു റഫായിട്ടൊരു സൗണ്ട് ഡിസൈനിങ് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ത്രൂ ഔട്ട് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അവർക്കൊക്കെ ടെൻഷൻ ഉണ്ട് എങ്ങനെ എന്താവും. കാരണം ഒരു സെക്ഷൻ ഞാൻ ഒരു കാര്യം തന്നെ 3, 5, 6, 7 പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊരു ഞാനൊരു ഈ പടം 10-300 തവണയെങ്കിലും കണ്ട് എൻ്റെ ജഡ്ജ്മെൻറ്റ് ഫുൾ പോയിരിക്കുന്ന സമയത്താണ് ഞാൻ ഇപ്പോൾ ഇവരും ഒരു 5-6 വട്ടം കണ്ടു കഴിയുമ്പോഴത്തേക്കും ഓക്കെ ഇത് പിന്നെ ഓഡിയൻസ് ആണ് വരുന്നത്. ഓഡിയൻസ് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിനാണ് സന്തോഷം. ഫാമിലി കൂടെ ഉണ്ടായിരുന്നു, എല്ലാ പ്രൊഫഷനും കൂടെ ഉണ്ട്. അതായത് ഇവൻ എന്താ ചെയ്ത് വെച്ചാൽ തിയേറ്ററിൽ കാണാമെന്നല്ല, നല്ലതാണോ ചില ലാഗ് ഉണ്ടെങ്കിൽ അവിടെ ലാഗ് അടിക്കണം, അങ്ങനെയൊക്കെ അഭിപ്രായം പറയുന്ന അതൊക്കെ അഭിപ്രായം പറയാൻ ബോധമുള്ള ഒരു അച്ഛനും അമ്മയും ഭാര്യയും ഒക്കെ ഉണ്ട്. പുതുമയുള്ള സബ്ജക്റ്റുകൾ വരുമ്പോൾ പ്രേക്ഷകർ അത് രണ്ട് തരം ആളുകളുണ്ടല്ലോ എല്ലാവരും. ഇപ്പോൾ ജാവയിലേക്ക് വരുമ്പോൾ എന്തൊരു തരം പുതുമയാണ് പ്രേക്ഷകന് ജാവ കൊടുക്കുന്നത്? ജാവയുടെ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ സ്ക്രിപ്റ്റിംഗ് വേസ് ടോട്ടലി പുതുമയാണ്. ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ മലയാളത്തിൽ അങ്ങനെ ആൾ കണ്ട് ശീലിച്ചിട്ടില്ല. പിന്നെ കാസ്റ്റിംഗ് വേസ് പുതുമയാണ്. ഒരിക്കലും ഇങ്ങനൊരു ആർട്ടിസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമ വരുന്നാരും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇത് രണ്ടുമാണ് ഇതിൻ്റെ പുതുമ. ബാക്കി മേക്കിങ്ങും പരിപാടികളൊക്കെ ഓക്കെ, നമുക്ക് മുന്നേ പോയിട്ടുള്ള പല ആൾക്കാരെയും ഇൻസ്പയർ ചെയ്തിട്ടുള്ള മേക്കിംഗ് ഒക്കെ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ അങ്ങനെ ഒരിക്കലും എൻ്റെ ക്രാഫ്റ്റ് ഒന്നും പറഞ്ഞില്ല. ഞാൻ സായിയോട് പറഞ്ഞ സായി എനിക്ക് അമൽ നീരത്തിൻ്റെ രാജീരവിയിലുണ്ടായ പോലത്തെ സാധനം വേണം എന്നാണ്. കാരണം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അണ്ടർലൈൻ വേർഡ്. അപ്പം നമുക്ക് ഇനി എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആളാണ് രാജീവ് രവി സാറ്. അമൽ നീരത് സാർ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ആഷിഖ് ചേട്ടൻ, ലിജോ ചേട്ടൻ, പോത്തേട്ടൻ ഒക്കെ പണ്ടിങ്ങനെ പറയാറുണ്ട് സ്ട്രഗ്ലിംഗ് സമയത്തൊക്കെ എനിക്കിങ്ങനെ രാജീവ് രവിനെ പോലത്തെ ഒരാളാവണം, പോലത്തെ ഒരാളാവണം എന്നൊക്കെ പറയാറുണ്ട്. അല്ല, ഇവരൊക്കെ ചെയ്യണമെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടിരുന്നുണ്ട്. അന്നയും റസൂലെ കണ്ടിട്ട് ഞാൻ ഇതെങ്ങനെ ഇങ്ങനെ ലൈവായിട്ട് ഷൂട്ട് ചെയ്യണേ എന്നൊക്കെ നമ്മൾ, അല്ലെങ്കിൽ അമൽ നീരത് സാർ ഇത് ഇമാരി ആംഗിൾസിലൊക്കെ എങ്ങനെ, അത് നമ്മളങ്ങനെ ഓരോ ആൾക്കാരെ എവല്യൂഷൻ കണ്ടു വന്നതാണ്. ഇപ്പം ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന ആൾ ഇത്രയും ഡീറ്റെയിലിങ്, എനിക്ക് ഡീറ്റെയിലിങ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ചില സ്ഥലങ്ങളിലേക്ക് നമുക്ക് അത്രയും ഡീറ്റെയിലിങ് കൊടുക്കാൻ പറ്റുള്ളൂ. അത് ചിലപ്പം പക്ഷേ എങ്ങനെ ഈ ഡീറ്റെയിലിങ് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ നമ്മൾ ഇപ്പം ദിലീഷ് പോത്തൻ എന്ന് പറഞ്ഞ ഡയറക്ടർ, മഹേഷ് പ്രകാശ് അത്രയും ഡീറ്റെയിലിംഗ് കൊടുത്തുകൊണ്ടാണ് ശേഷം തന്നെ ഡയറക്ടേഴ്സ് അത്രയും ഡീറ്റെയിലിലേക്ക് പോരുന്നത്. അപ്പം ഇവരൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അടുത്തത് പ്രധാനപ്പെട്ട ഒരാളിലേക്കാണ്. അയ്യപ്പനും കോശിയൊക്കെ ചെയ്ത് വീണ്ടും ക്യാരക്ടർ റോൾസ് ഒക്കെ പ്രേക്ഷകരെ എങ്ങനെ ഇഷ്ടപ്പെടുത്താമെന്ന് ആലോചിച്ചിട്ടുള്ള ഒരാളോട് സംസാരിക്കണ്ടേ? പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ചേച്ചി മൊത്തം ഭയങ്കര ഹാപ്പിനെസ് നിറഞ്ഞിരിക്കുകയാണ്.
ഹാപ്പി ആയിട്ടിരിക്കട്ടെ, അതല്ലേ വേണ്ടേ. ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു ഭയങ്കരമായിട്ട്. ആളുകളുടെ പ്രതികരണമൊക്കെ അറിയുമ്പോൾ എന്ത് തോന്നുന്നു? ധന്യമാണല്ലോ. ധന്യമാണ്. ഇപ്പം ഈ ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടും കണക്റ്റഡ് ആണ് ഓഡിയൻസുമായിട്ട്. എന്നുവെച്ചാൽ ഓഡിയൻസ് ശരിക്കും നമ്മുടെ പാട്ടാണ്. അപ്പം ഈ മൂവി ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര റെലവൻ്റ് ആണ്. അത് ഏത് ടൈമും നമുക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് കഴിഞ്ഞിട്ട് അവർ ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ റെലവൻസ് ആൾക്കാരിൽ എത്തുന്നു, അതവർ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പം ഈ മെയിൻലി ഈ കോവിഡ് ടൈമിൽ ഈ പറഞ്ഞ പോലെ ഫാമിലീസും പിള്ളേരും തിയേറ്ററിലെത്തുന്നു. ഓരോ ക്യാരക്ടേഴ്സിനെ കുറച്ച് ടൈമിൽ വന്നിട്ട് പോകുന്ന ക്യാരക്ടേഴ്സിനെ വരെ അവർ നോട്ടീസ് ചെയ്യുന്നു, ആ ഒരു വെൽക്കമിങ് തരുന്നു. എന്നുവെച്ചാൽ ഓരോ ക്യാരക്ടേഴ്സ് അവരെന്താ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിന് വരെ റിവ്യൂസ് വരുന്നുണ്ട് അല്ലേ. അവർ എന്താ അങ്ങനെ പ്ലേസ് ചെയ്തേ എന്നുള്ള കൺഫ്യൂഷൻസ് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ അത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നമ്മളുമായിട്ട്. നമ്മൾ ഒക്കുന്ന രീതിയിലൊക്കെ അവർക്ക് ജസ്റ്റിഫിക്കേഷൻ അല്ല, സ്റ്റിൽ എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പ്ലേസ് ചെയ്തു എന്നുള്ള ആൻസർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ അങ്ങനൊരു റെസ്പോൺസ് ആൾക്കാർ തിയേറ്ററിൽ എത്തുന്നു, ഓരോ ക്യാരക്ടേഴ്സിനെയും ഈ സബ്ജക്റ്റിൻ്റെ റെലവൻസിനെ മനസ്സിലാക്കുന്നു. ഓരോ ക്യാരക്ടറും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആളുകൾ പോകുന്നുണ്ട്. ചെറിയതായിട്ട് വന്നതും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, അത് ഭയങ്കര, അതൊന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ടു ബി ഫ്രാങ്ക്, ഒരിക്കലും ക്യാരക്ടറിനെ ഇത്രയും സ്റ്റഡി ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. തരുൺ ചേട്ടാ, വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഓരോ ആർട്ടിസ്റ്റുകളും ക്യാരക്ടർ ആവാൻ വേണ്ടി വർക്കൗട്ട് ചെയ്യുന്നു, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതില് ധന്യചേച്ചി ഒരുപാട് ഭക്ഷണം കഴിച്ചു എന്നുള്ളൊരു ന്യൂസ് കേൾക്കാറ്. എന്നെ കാണാൻ വരുമ്പോഴത്തേക്കും തന്നെ വളരെ സ്കെൽട്ടനായി, ഇപ്പം ഇരിക്കുന്നതിനേക്കാളും സ്കെൽട്ടനായിട്ടാണ് എന്നെ കാണാൻ വരുന്നത്. അപ്പം നമ്മുടെ ക്യാരക്ടറിനെ കുറച്ചും കൂടിയൊക്കെ ഒരു 10-35 വയസ്സ് ഏജ് തോന്നണം. അവർ കടന്നു പോകുന്നൊരു സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കണം. അപ്പോൾ അത് വന്നപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടി ആൾക്ക് വണ്ണം വേണം എന്ന് പറഞ്ഞപ്പം 2 ആഴ്ച ഷൂട്ടിങ് സമയമുള്ളൂ. ആളും നന്നായിട്ട് ഫുഡ് കഴിച്ചു. ഇടയ്ക്ക് പിന്നെ നമ്മൾ ഷൂട്ട് തുടങ്ങി അതിൻ്റെ ബാക്കി ഫോളോ അപ്പ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നന്നായിട്ട് ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞാൽ ആൾ 2 ആഴ്ച കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന്. ശരിക്കും എനിക്ക് ഈ ഇതിൻ്റെ പോസ്റ്റർ ഇറങ്ങിയപ്പോൾ എനിക്ക് വളരെ രസമായിട്ടുള്ളൊരു കമൻറ്റ് കിട്ടിയായിരുന്നു. എന്നുവെച്ചാൽ അമ്മയാണ് അവിടെ ഇരിക്കുന്നതിന് പോലെ തോന്നുന്നു എൻ്റെ ഫ്രണ്ട്സിന്. എൻ്റെ അമ്മയാണ് അവിടെ ഇരിക്കുന്നത്. അത് ഭയങ്കരമായിട്ടും എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. അപ്പം അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം മെൻ്റലി എടുക്കുന്ന എഫേർട്ടുണ്ട്, ഫിസിക്കലി എടുക്കുന്ന എഫേർട്ടുണ്ട്. അപ്പം ആ ഒരു ഏജ് വൈസ് ഫിസിക്കലി നമ്മൾ ഗ്രോ ചെയ്തു, ആ ഒരു ചെറിയ ടൈമിൽ ഗ്രോ ചെയ്തു. അപ്പോൾ അതൊരു എഫേർട്ടാണ്. എൻ്റെ അടുത്ത് ഇങ്ങനെ ഇൻ്റർവ്യൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചെറിയ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഞാൻ സീരിയസ് ആയിട്ട് ഇതൊക്കെ കാണിക്കാന്ന് പറഞ്ഞു. ചേച്ചി ഒരു ഗാംഭീര്യം പോരാണ്. ഞങ്ങള് ആനന്ദത്തിൽ കണ്ടിട്ടുണ്ട്, മറ്റു പല മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ എന്തൊരു പുതുമയാണ് വിനീതേശിന്ന് ജാവയിലേക്ക് വരുമ്പോൾ പ്രതീക്ഷിക്കുന്നത്. എനിക്കിതിൻ്റെ പേരും ആ ഫെമിലിയാരിറ്റിയും ആ ടീമും ആ പോസ്റ്ററും ഒക്കെയാണ് കുറേ കൂടെ എക്സൈറ്റഡ് ആയിട്ട് തോന്നിയത്. കാരണം ക്യാരക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര ബേസിക് ആയിട്ടാണ് പറഞ്ഞത്, ഒരുപാട് ഡീപ്പായിട്ടൊന്നും അല്ല പറഞ്ഞത്. അപ്പം അതാണ് എന്നെ കുറേ കൂടെ എക്സൈറ്റ് ചെയ്തത്. ഓക്കെ, എനിക്ക് ഈ മൂവിയിൽ ഇപ്പം വലിയ മൂവിയിൽ, ഒരു നല്ല മൂവിയിൽ ചെറിയ റൊട്ടേഷൻ ആണെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഡെപ്ത് ഒന്നും ആ സമയത്ത് എനിക്ക് കിട്ടി. സത്യമല്ല, ആ ക്യാരക്ടറിൻ്റെ ഡെപ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത്. തരുൺ ചേട്ടൻ തുടക്കം സ്റ്റാർട്ടിങ് ക്യാരക്ടറിനെ പറ്റി പറഞ്ഞപ്പോൾ ഉറപ്പുണ്ടായിരുന്നു എനിക്ക് പറ്റും. അതൊരു അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യും അത്രയും മനസ്സിലാക്കി. ഇതുള്ളൂ, ആ സിറ്റുവേഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് വിനീതനെ വേണമായിരുന്നു. വിനീതയ്ക്കല്ല നമ്മൾ വേണ്ടത്. അതിന് അത് ചെയ്യാൻ വിനീതനെ പോലെ ആളുകൾക്ക് ഇഷ്ടമുള്ള, ആനന്ദത്തിലേക്ക് കണ്ടിട്ടുള്ള, ആനന്ദം കണ്ടവർക്ക് ആ ക്യാരക്ടറിനൊപ്പം പോയിട്ടുള്ള. അപ്പം വിനീത ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള സിനിമയിൽ നിന്ന് വിനീതക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജിനായിരുന്നു എനിക്ക് വേണ്ടത്. ഓക്കെ അല്ലേ? തരുൺചേട്ടൻ്റെ അടുത്ത് വരുമ്പോഴും തരുൺചേട്ടൻ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സിന് വരെ.
ഒരുപാട് നാള് സിനിമയ്ക്ക് വേണ്ടി അലഞ്ഞ ചെറിയ ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വരെ തരുൺ ചേട്ടൻ അവരുടേതായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആസ് എ ഡയറക്ടർ അതൊരു നല്ല വശമാണ്. അത് എന്തുകൊണ്ടാണ് തരുൺ ചേട്ടാ അവർക്കും കൂടി ഒരു പ്രാധാന്യം ആസ് എ ഡയറക്ടർ എന്നുള്ള നിലയിൽ? അല്ല, ഇതിൻ്റെ അത് സൈബർ സെല്ലിൽ വിനോദ് ബോസ്, ദീപക് വിജയൻ, സഞ്ജയ് എന്ന് പറഞ്ഞ 3 ആർട്ടിസ്റ്റുകളുണ്ട്. എനിക്ക് അവരെ നല്ല വേറെ കാസ്റ്റിംഗ് വെച്ചിട്ട് ചെയ്യാവുന്ന. അപ്പം ഇവരൊക്കെ എൻ്റെ കൂട്ടത്തിൽ പണ്ട്, ദീപക് വിജയൻ അല്ല, വിനോദും സഞ്ജയൊക്കെ എൻ്റെ കൂട്ടത്തിൽ അഭിനയം കാസ്റ്റിംഗ് കോൾസിനൊക്കെ വന്നിട്ട് പരിചയമുള്ള ആളുകളാണ്. അപ്പം സഞ്ജയ്ക്ക് എപ്പോഴും ഒരു പാൻ ഇന്ത്യൻ സ്വഭാവമുള്ള ലുക്കുണ്ട്. ഹിന്ദി മൂവീസിലൊക്കെ പ്ലേസ് ചെയ്യാവുന്ന ലുക്കുണ്ട്. അപ്പം സഞ്ജയ് അങ്ങനെ ഒരാളാ സൈബർ വിങ്ങിൽ വേണം എന്ന് പറഞ്ഞാൽ അവനോട് നമ്മൾ ക്ലീൻ ഷേവ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നേരെ പിടിച്ച് ഒറ്റ ഫോട്ടോ വന്ന് കയറ്റിയിരുത്തിയതാണ്. വിനോദ് ആക്ച്വലി ചാൻസ് ചോദിച്ചു വന്നതാണ്. ഞാനിങ്ങനെ സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വിനോദ് നിരന്തരമായിട്ട് വിളിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞാൽ നിനക്ക് പറ്റുന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇവൻ ചുമ്മാ ആണെങ്കിൽ എനിക്ക് കുറേ ഫോട്ടോസ് അയച്ചു നിങ്ങൾ കൂട്ടത്തിലൊരു മീശ വെച്ചിട്ടൊരു ഫോട്ടോ എനിക്ക് അയച്ചു. ഞാൻ പറഞ്ഞു ഈ ലുക്കിൽ വരുമെന്നുണ്ടെങ്കിൽ തരാം എന്ന് പറഞ്ഞ് അവൻ വന്ന് പരിപാടി ചെയ്തു. അങ്ങനെ അപ്പം ഇവൻ കാസ്റ്റിംഗ് വൈസ് എൻ്റെ ഒപ്പം നടന്ന ആളുകളാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ ഒപ്പം അഭിനയം ആഗ്രഹിച്ച് നടന്നവർക്ക്. ഞാനും സിനിമ ചെയ്തപ്പം എൻ്റെ ഒപ്പം തന്നെ അവർക്ക് നിൽക്കാൻ പറ്റി എന്നുള്ളത്, അവർക്ക് കിട്ടുന്ന അപ്രീസിയേഷൻസും ഐഡൻറ്റിറ്റിയൊക്കെ നല്ലതാണ്. പിന്നെ ചെറിയ ചെറിയ വേഷങ്ങളിലേക്കൊക്കെ അതൊക്കെ വന്ന് പെട്ടതാണ്. ഇപ്പം ഷിബുക്കുട്ടനായാലും അല്ലെങ്കിൽ ഷിബുക്കുട്ടൻ്റെ കൂടെയുള്ള ആളായാലും ഒക്കെ ഇങ്ങനെ നമ്മുടെ അടുക്കലോട്ട് വന്ന് പെട്ടതാണ്. സഞ്ജുട്ടൊക്കെ ആയാലും അതൊക്കെ നമ്മൾ തേടിപ്പിടിച്ച് പോയതോ അല്ലെങ്കിൽ അബദ്ധത്തിലെങ്കിലും നമ്മളുടെ കൺമുന്നിൽ വന്ന് പെട്ടതോ ഒക്കെയാണ്. അപ്പം ഇന്ന ആൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നും പറഞ്ഞ് നമ്മൾ ആ സീനിൽ അവരാണ് ഇമ്പോർട്ടൻറ്റ്. അവർക്ക് ഇമ്പ്രൂവൈസ് ചെയ്യാനും അവർക്ക് ഉള്ള ടെൻഷൻ ആക്കാണ്ട് അവരെ കൊണ്ട് ആ സീക്വൻസുകൾ പെർഫോം ചെയ്തിട്ടുണ്ട്. താങ്കളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. സിനിമ സ്വപ്നം കണ്ടു കിടക്കുന്ന പലരും താങ്കളെ ഇന്ന് വളരെയധികം പൊക്കുന്നതൊന്നുമല്ല, മോട്ടിവേറ്റ് ആയിട്ട് കാണുന്നുണ്ട്. കാരണം ബന്ധങ്ങളിൽ നിന്ന് സിനിമ ഉണ്ടാക്കുന്നവരുണ്ട്, പരിചയങ്ങളിൽ നിന്ന് സിനിമ വരുന്നവരുണ്ട്. പക്ഷെ സ്ട്രഗിൾ ചെയ്ത് സിനിമക്ക് വേണ്ടി രാവും പകലും ഉറക്കമൊന്നുമില്ലാതെ അലന്ന് ഫൈനലി ഡ്രീമിലെത്തുമ്പോൾ അപ്പോ നല്ല സ്വസ്ഥമായിട്ട് രാവിലെ 10 മണിക്ക് എണീറ്റ് ഫുഡും കഴിച്ച് സ്വസ്ഥമായിട്ടാണ് വന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇന്ന് താങ്കളിന്ന് വളരെ അധികം ഇൻസ്പിറേഷനാണ്. കാരണം സിനിമയ്ക്ക് വേണ്ടി അവർ ഇന്നും അലഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സ്ട്രഗിൾ ചെയ്യുന്നവരോട് എന്താണ് തരുൺ ചേട്ടന് പറയാനുള്ളത്? അല്ല, ഇതെന്താ പറയുക, ഇപ്പം ഇതിൻ്റെ അത് ഏറ്റവും ബേസിക് ആയിട്ട് വെച്ചാൽ ഇപ്പം എനിക്ക് എൻ്റെ ഒപ്പം കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ബേസിക് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല നടനുണ്ടെങ്കിൽ, നല്ലൊരു സാറ്റലൈറ്റ് വാല്യുള്ള ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ സിനിമ ചെയ്യുള്ളൂ എന്ന് നിർബന്ധ ബുദ്ധി നടക്കുന്ന കുറേ സുഹൃത്തുക്കൾ, നല്ല കഥകൾ അത് കാരണം ഇപ്പോഴും നടക്കാണ്ട് അവരുടെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ അന്നും സിനിമ ചെയ്യും, കഥയാണ് ഇമ്പോർട്ടൻ്റ്, നമുക്ക് മേക്ക് ചെയ്ത് ആളുകൾ എക്സൈറ്റ് ചെയ്യണം ഇമ്പോർട്ടൻ്റ്. ഇപ്പോഴൊക്കെ എല്ലാവരും ഇതെന്തോ മച്ചാൻ അങ്ങനെ നടക്കില്ല, ഇന്ന ആർട്ടിസ്റ്റ് വന്നാലും നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടോക്കുകളുണ്ടായിട്ട്. അപ്പോൾ അത് ഞാൻ പണ്ട് മുതൽ തന്നെ അതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ആളാണ്. ആർട്ടിസ്റ്റ് വേണം ഈ സാറ്റലൈറ്റ്. ഇപ്പം നാളെ ഞാൻ സിനിമ ചെയ്യുമ്പോഴത്തേക്കും അത് ഇന്ന ആളാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഉള്ളിൽ തോന്നുന്നത് അയാൾ പോയി ഫേസ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. പക്ഷേ ഇവർ വന്നാലേ സിനിമ നടക്കുകയുള്ളൂ എന്ന് പറയണമൊന്നുമില്ല. സിനിമ ഒരു 2.5 മണിക്കൂർ ആളുകളെ ഫീൽ ചെയ്യിക്കണം. അതിന് ഇപ്പം ആദ്യം കാണിക്കുന്ന ടൈറ്റിൽസ് മുതൽ അതിൽ നിന്ന് പറഞ്ഞാൽ സിംഗിൾ ഷോട്ട് മുതൽ അതിനുശേഷം കാണിക്കുന്ന ഓരോ ഷോട്ടുകളിൽ നിന്ന് ഇങ്ങനെ ആളുകൾ ഓ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇടുകയാണ്. അപ്പോൾ അതിനൊരു ഇപ്പം നമ്മൾ സാധാരണ മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാറുകൾ കൂളിംഗ് ഗ്ലാസും വെച്ച് നിൽക്കുന്ന ഏരിയാസിലെ ആളുകൾ കൈയടിച്ചിട്ടുള്ളൂ. ഇത്തവണ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നത്, ഞാൻ മേ ബി സ്വീകാര്യതയായിരിക്കാം, ആ വിങ്ങറിൽ ഈ 4-5 പേര് ചാരി നിൽക്കുന്ന ഇതിൽ ആളുകൾ എണീറ്റ് നിന്ന് കൈയടിക്കുന്ന കാണുമ്പോഴത്തേക്കും അത് മേ ബി ഒരു മാറ്റമായിരിക്കാം. അല്ല, എൻ്റെ ഇടയ്ക്കിൽ ഇവർ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ചോദിക്കും, ഈ കൂളിംഗ് ഗ്ലാസ് പോറല്ലേടാ, ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കുന്നത് പ്രശാന്തിൽ എപ്പോഴും വേണം, എന്നെ കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ? അപ്പോൾ ഞാൻ പറയും, പ്രശാന്ത് എനിക്ക് നിങ്ങൾ സൂപ്പർ സ്റ്റാറാണ്, ഷാദിഖ നിങ്ങൾ എനിക്ക് സൂപ്പർ സ്റ്റാറാണ്, ഷാദിഖ നിങ്ങൾ എനിക്ക് സൂപ്പർ സ്റ്റാറാണ്, നിങ്ങൾ മാസിൽ നടന്നു പോകുന്നതും നിങ്ങളവിടെ നിൽക്കുന്നതും ഇതിനൊക്കെ ഞാൻ ഭയങ്കര റെസ്പെക്റ്റിലാണ് നിങ്ങളെ കാണണേ. അത് ഓഡിയൻസിന് ഒത്തിരി നല്ല ക്യാരക്ടർ റോൾസ് ചെയ്യാൻ ടാലന്റഡ് ഉള്ള ഒരാളാണ്. എത്ര 25 വർഷമായിട്ട് ഇൻഡസ്ട്രി നിൽക്കുന്ന ആളാണ് ഷാദിഖ. അവർക്കൊക്കെ കൊതിയാണ് ഒരു റോൾ ചെയ്യാൻ. നമ്മളൊക്കെ ഒരു സംഭവം അങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, ഇത് അതെല്ലാവരുടെയും ഇപ്പം ധന്യയുടെ ആയാലും എൻ്റെ ആയാലും വിനീതയുടെ ആയാലും ഇർഷാദിക്കയുടെ ബിനുചാൻ്റെ എല്ലാവരുടെ ഒരു ഫയറുണ്ട്. ഇത് നമുക്കൊന്ന് പ്രൂവ് ചെയ്യണോടാന്ന് പറഞ്ഞ ഫയറുണ്ട്. അത്
എല്ലാവരും ഒരേ മൈൻഡിൽ നിന്നുകൊണ്ട് ഡയറക്ടർ എന്തെങ്കിലും കാണിക്കട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ കിട്ടുന്നു എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇവരാരും എടുത്തില്ല എന്നുള്ളത്. നാളെ ഇനി എനിക്ക് ജാവ പോലെ നാളെ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് ജാവയ്ക്ക് മാത്രമുള്ള ഒരു ക്വാളിറ്റിയാണ്. എല്ലാവരും ഒരേപോലെ ആഗ്രഹിച്ചു ഈ സിനിമ നന്നാകണം, ഈ സിനിമ ആളുകൾ സ്വീകരിക്കണം, ആളുകൾ കൈയടിക്കണം. അങ്ങനെ ഒരേ കൂട്ടം ആളുകൾ ഒരേപോലെ ആഗ്രഹിച്ച കാരണം നന്നായി. ധന്യജിയിലേക്ക് വരുമ്പോൾ നമ്മുടെ വിനായകൻ സാർ അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള നല്ലൊരു ക്യാരക്ടർ റോൾ എങ്ങനെയുണ്ടായിരുന്നു? ആളുടെ ഒപ്പം ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യണം. ഇപ്പം ആസ് എൻ ആക്ടർ വിനായകൻ ചേട്ടനുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കണ്ടത് പുള്ളി ഭയങ്കര ഫോക്കസ്ഡ് ആണ്. പുള്ളിക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ആൾക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ കാണുന്നത് ആ ഒരു ക്യാരക്ടറിലാണ് തരുൺ ചേട്ടനുമായിട്ടുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ത്രൂ ഔട്ട് വന്നതിന് ശേഷം ഓൾറെഡി ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നതും. വന്ന് കഴിഞ്ഞിട്ട് ആ ഡയലോഗ്സ് ആ ഒറ്റ സ്ട്രെച്ചുള്ള ഡയലോഗാണ്. അപ്പം അതിലിങ്ങനെ പുള്ളി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒറ്റ ഷോട്ടിൽ അത് കൊടുക്കണമെന്ന് എന്നുണ്ട്. അപ്പോൾ ആളുടെ ഒരു ഫോക്കസും അതെങ്ങനെ ബെറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ചില ടൈമിൽ തരുൺ ചേട്ടൻ ഓക്കെയാണ് വിനായകൻ പറഞ്ഞിട്ടും ഇല്ല നമുക്ക് ഒന്നുകൂടി പോവാം, വേറൊരു വെയിലും കൂടെ ചെയ്ത് നോക്കാം എന്ന് വിനായകനേട്ടൻ അങ്ങോട്ട് പറയും. അപ്പം ഭയങ്കര ഫോക്കസും ആ ഫോക്കസ് വഴി കാണുമ്പോൾ നമ്മൾ ഇൻസ്പയർ ആവും. നമുക്കൊരു എനർജി, ഒരു പോസിറ്റീവ് വൈബ് അവിടുന്ന് കിട്ടും, സപ്പോർട്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷനായിട്ട് എടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ആ ഫോക്കസൊക്കെ നമുക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ ക്യാരക്ടർ വേണ്ടിയിട്ടൊരു അത്രയും സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ക്യാരക്ടറിന് വേണ്ടിയിട്ട് പുള്ളി എടുത്തൊരു എഫേർട്ടുണ്ട്. അപ്പം ഇവൻ കോസ്റ്റ്യൂം, ഇപ്പോൾ നമ്മൾ മഞ്ജുഷ എന്ന് പറഞ്ഞ കോസ്റ്റ്യൂം ചെയ്തതാണ്. ഓൾറെഡി നമ്മൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഡിസ്കസ് ചെയ്യണം. മഞ്ജുഷ ഓൾറെഡി വിനായകനെ സംസാരിക്കുകയും എന്നെ വിളിച്ചിട്ടാണ് ഞാനൊരു ചെറിയൊരു താടി വെക്കട്ടെ, അന്ന് പുള്ളി അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് ക്ലീൻ ഷേവായിട്ട് പോകേണ്ടതാണ്, ചെറിയൊരു താടി വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്യണേ. ഞാൻ ചിലപ്പോൾ ചെറിയൊരു അടുത്ത ദിവസം പുള്ളി വേറൊരു പോലീസ് ഓഫീസറായിട്ട് ഒരുത്തി എന്ന് പറഞ്ഞ സിനിമ അഭിനയിക്കാൻ പോവാണ്. അപ്പം അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യണം. അപ്പം പുള്ളി അതിന് വേണ്ടിയിട്ട് ഞാൻ ചേട്ടൻ ഒരു താടിയൊക്കെ വെച്ച് അപ്പം ഒരുപാട് ഇന്നായിരുന്നു. എത്രമാത്രമാണ് ആ സിനിമയിൽ ഉള്ളത് എന്ന് പറഞ്ഞാലും അതിന് ആ ക്യാരക്ടറിന് ഒരു പവർഫുള്ളായിട്ടൊരു സോളുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ പുള്ളി അതിന് വേണ്ടിയിട്ട് അവളുടെ 100% തന്നു. ഇവൻ പറഞ്ഞ പോലെ ഞാനൊരു സീൻ ഓക്കെ പറഞ്ഞിട്ടും റിപ്പീറ്റ് നമുക്ക് ചെയ്യാം, മാറ്റി ചെയ്യാം, മറിച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞൊരു അതൊരു നല്ല നടനുമാണ്, സ്റ്റാറിനല്ല നല്ലൊരു നടന് മാത്രം പറ്റുന്ന കാര്യങ്ങളാണ്. ഇവൻ സ്ക്രിപ്റ്റിൻ്റെ ഒരു സീക്വൻസ് എത്തിയപ്പോഴത്തേക്കും ഒരു ഭയങ്കര പവർഫുള്ളായിട്ട് ഒരു സംഭവം പറയണം എന്ന് തോന്നി. അപ്പം എനിക്കതിന് വേറൊരു ഓപ്ഷൻ ഉണ്ടായില്ല. ഒരു സെക്ഷൻ വന്നപ്പോഴത്തേക്ക് വിനായകൻ ചേട്ടനാണ് അത് ചെയ്യേണ്ടത്. വിനായകൻ ചേട്ടൻ പറയുന്നതിൻ്റെ അകത്തൊരു കാരണം നമ്മൾ ഗംഗയൊക്കെ കണ്ട് വന്നേക്കണതിൻ്റെ അന്ന് പുള്ളിക്കൊരു ഇമേജുണ്ട്. ആ ഇമേജ് ഒന്ന് ബ്രേക്ക് ചെയ്യുകയും കൂടി ചെയ്യാം. കാരണം വിനായകൻ ചേട്ടനെ അങ്ങനെ നമ്മൾ ഈ സിനിമയെ കണ്ട പോലെ മറ്റു സിനിമകൾ ചിലപ്പം കണ്ടിട്ടുണ്ടാവില്ല. കുറച്ചും കൂടി വയലൻ്റ് ആയിട്ടൊക്കെ ആയിരിക്കും പെർഫോം ചെയ്ത് ഭയങ്കര ഒരു കംപ്ലീറ്റ് ഫാമിലി മാനായിട്ട് ചെയ്യുന്നൊരു റോള് പുള്ളിനെ കൂടി ചെയ്യിക്കണം എന്നുള്ള എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് ചെയ്യണമെന്ന് പുള്ളിക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അത് കൊണ്ടുവന്ന പ്രൊഡക്ഷൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി സംഭവിച്ചു. വിനീതയിലേക്ക് വരുമ്പോൾ ഈ ക്യാരക്ടർ ഇങ്ങനെ പറഞ്ഞ സിനിമ ജോയിൻ ചെയ്തപ്പോൾ അറിയായിരുന്നു ഇത്രയും നല്ല കാര്യങ്ങൾ. എനിക്ക് ബാലുവർഗീസ് ആണ് വിനായകൻ ചേട്ടൻ്റെ പേര് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അമ്മാര് തള്ളായിരുന്നു തുടങ്ങും പോലെ. പേരുകളെല്ലാം അറിയാം, സ്റ്റാർട്ടേഴ്സ് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. കുറേ പേര്, അതായത് എല്ലാവരും നല്ല ആക്ടേഴ്സാണ്. ശരിക്കും ഞാൻ മൂവി കണ്ടപ്പം ശരിക്കും എനിക്ക് തോന്നുന്നു ചെറിയ റോള് ചെയ്ത് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫസ്റ്റ് ടൈമേഴ്സ് ആണോ അതോ ആക്ടേഴ്സ് ആണോ എന്ന് ഞാൻ പേഴ്സണലി അല്ല ഞാൻ പറഞ്ഞ വിനീതയ്ക്ക് വിനീത ആക്ച്വലി മുൻ സിനിമകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റോണി ചേട്ടനും വിനീതനും ഞങ്ങൾ യൂസ് ചെയ്യാനുള്ള കാര്യം തന്നെ അത് ഭയങ്കര ചില സിനിമകൾക്ക് അങ്ങനെയാണ് ഇമ്പാക്റ്റ് കൂടുതൽ ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ എൻ്റെ അടുക്കെ പറഞ്ഞു ആ റോണി ചേട്ടനെ ഇട്ടത് ഭയങ്കര വർക്കൗട്ടായി കേട്ടോ എന്ന് പറയും. അപ്പം അതാണ് ഇപ്പം ഫിയർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ആർട്ടിസ്റ്റ് സംബന്ധിച്ചിടത്തോളം. ആളുകളെ പേടിപ്പിക്കുക. അപ്പോൾ അവിടെ ആർട്ടിസ്റ്റിൻ്റെ ഫേസിൽ അത് കൃത്യമായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് സൗണ്ട് ഇട്ടാലും ചെയ്യില്ല. അപ്പോൾ ആ പുള്ളിക്കാരത്തിയുടെ ഒരു സ്ട്രഗിളും ഒരേ സമയത്ത് തന്നെ വന്നിരിക്കണം, ആൾ ചൂടാകണം, എന്നാൽ പേടി ഉണ്ടാകണം. ആ സമയത്ത് ഇരുട്ടുമായിരുന്നു, ലൈറ്റെല്ലാം ഓഫ് ചെയ്യുമ്പോൾ ഈ ഓരോ റൂമിലും പോയി നോക്കുന്ന
നമ്മളെന്നെ പേടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞോണ്ടേ അതിനോട് ഫായ് പേടിക്കുകയായിരുന്നു. ഒരു സ്ഥലത്ത് റൂം ഡോറ് തുറന്ന് പോകുന്ന സീക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അസോസിയേറ്റ് അവിടെ കിടന്ന് ക്ഷീണം കൊണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുള്ളിക്കാരി പോയി ഡോറ് തുറന്നിട്ട് അലറി കൂവി. അവൻ ജീവിക്കായിരുന്നു. പേടിച്ചു. അതിനകത്ത് ആരും ഇല്ലെന്ന് വെച്ചിട്ടല്ലേ പോയി തുറക്കുന്നേ. അപ്പൊ Already. ആളവിടെ ഇനി ചോദ്യം ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുകയാണ്. തരുൺചേട്ടൻ ആസ് എ ഡയറക്ടർ എങ്ങനെയുണ്ടായിരുന്നു സെറ്റ്? കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. എനിക്ക് തോന്നുന്നു ആക്ച്വലി അവിടെ ഒരു ഡയറക്ടർ അസോസിയേറ്റ് അങ്ങനെ ഒരു വേർതിരിവില്ലായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു. അങ്ങനെ ഒരു ടീമും അങ്ങനെ ഒരു വൈബും ആയിരുന്നു. ഇപ്പം ഫസ്റ്റ് ടൈം ഒരു സെറ്റിൽ ചെന്നിട്ട് ആദ്യ ദിവസം തന്നെ നമ്മളെല്ലാവരും കൂടെ പോയി പരിചയപ്പെടുകയൊന്നും ചെയ്യത്തില്ല. ആ ഒരു അൺഫെമിലിയർ ഇത് കാണും. പക്ഷെ ഇവിടെ അത് തോന്നിയില്ല. ചെന്ന ഉടനെ തന്നെ എല്ലാവരും വന്ന് ഇങ്ങോട്ട് സംസാരിക്കും, അങ്ങോട്ട് സംസാരിക്കും. ആദ്യമേ എനിക്ക് തോന്നുന്നു നേരെ വന്ന് ഭക്ഷണം കഴിക്കാൻ, എന്നിട്ടായിരുന്നു ഷൂട്ടിങ്. അപ്പം ഭക്ഷണം കഴിക്കുന്ന ആ സമയത്തൊക്കെ എല്ലാവരും ഇങ്ങനെ ഇപ്പം ഞാനും വിചാരിച്ചു ഒന്ന് മിണ്ടി തുടങ്ങണമല്ലോ, എങ്കിലല്ലേ അഭിനയിക്കാൻ പറ്റുള്ളൂ എന്ന് ഇത്. പക്ഷെ സെറ്റിലേക്ക് കയറിയപ്പോൾ എല്ലാവരും ഒന്ന് മിണ്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വേർതിരിവോ അങ്ങനെ ഒന്നും തോന്നിയില്ല. ഇത് ഡയറക്ടറാണ്, അങ്ങനെ ഒരു ഫ്രണ്ട്സ് ടീം, അങ്ങനെ ഒരു വൈബാണ് തോന്നിയത്. ശരിയാണോ? അല്ലേ, അങ്ങനെ തന്നെയാണ്. ഇപ്പം അവിടെ ആർക്കും അഭിപ്രായങ്ങൾ പറയാം. അതെ. ഇപ്പം വിനീത അഭിപ്രായങ്ങൾ പറയാറുണ്ട്, ഒന്നുകൂടി ചെയ്യാമെന്ന് പറയാറുണ്ട്. അപ്പം അസോസിയേറ്റ് അസിസ്റ്റൻറ്റ് ചേട്ടാ അത് നമുക്ക് സിനിമയ്ക്ക് നല്ലതാണെങ്കിൽ ആ കോളാണ് ഞാൻ എടുക്കേണ്ട കാര്യമുള്ളൂ സിനിമ. അപ്പോൾ അതാണ് എല്ലാവർക്കും അഭിപ്രായം പറയാം. ഈവൻ ലൈറ്റ് ബോയ്സ് വരെ വന്ന് അല്ല അതിൻ്റെ അകത്തുനിന്ന് അതെ ഇപ്പോൾ ഇത് എങ്ങനെ എടുക്കണം, ആ സിനിമയിൽ എന്താണ് വരേണ്ടത്, പല ആളുകളില്ലേ സിനിമ കാണുന്നത്. ഇപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റുള്ള ആളുകൾ മാത്രമല്ല സിനിമ കാണുന്നത്. അപ്പം ചില തോട്ടുകളൊക്കെ അങ്ങനെ വന്നതാണ്. അത് ഗുണം ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക്. അല്ല അത് ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ നമ്മുടെ കൂടെ ഉള്ളത് ആർട്ടിസ്റ്റ് കംഫർട്ടാണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇപ്പം ആ സീൻ തന്നെ അതൊരു ചെറിയ സീൻ ആണെങ്കിൽ പോലും അത് ഡെവലപ്പ് വരുന്നുണ്ട്. ഇപ്പം ആ ബുക്ക് അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളെല്ലാം ഡെവലപ്പായി വന്നു. അങ്ങനെയാണ് അവിടെ ഷൂട്ട് ചെയ്തത്. ധന്യജിയിലേക്ക് വരികയാണെങ്കിൽ വിനായകൻ സാർ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉള്ളു കൂടുതലും. എങ്ങനെ ഒരു നല്ലൊരു മൊമെന്റ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാമോ? ആളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു നല്ലൊരു മൊമെന്റ് ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? അല്ല, ആ സ്ക്രീനിൽ കാണുന്നതാണ് ഞാൻ വിനായകനായിട്ട് അതിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ള മൊമെൻറ്റ്. അതിൽ കൂടുതൽ ഒരു ടൈം പോലും ഈ പറഞ്ഞ പോലെ എനിക്ക് ഗ്രൂപ്പിൻ്റെ കൂടെയോ വിനായകനേട്ടിൻ്റെ കൂടെയോ ആ സെറ്റിൽ ഉണ്ടായിട്ടില്ല. കാരണം ഈ പറയുന്ന പോലെ ഫുള്ളി പാക്ഡ് ആണ്. ടൈം ഇല്ല നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ. ജസ്റ്റ് ഫുഡ് കഴിക്കാൻ പോകുന്നു, വീണ്ടും ഇവർ സെറ്റ് ചെയ്യുന്നു, നമ്മളവിടെ എത്തുന്നു, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നു. അതിൻ്റെ ടൈമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു ആക്ടർ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് ചെയ്യാനുള്ള സൈലൻസ് ആണ്. അപ്പം ഞാൻ മാക്സിമം സൈലൻ്റ് ആയിട്ട് ഇതെല്ലാം ഒബ്സർവ് ചെയ്യുന്നു. ആ പ്രിപ്പറേഷൻസ് കാണുന്നുണ്ട്, എങ്ങനെയൊക്കെ അത് മാറുന്നുണ്ട് എന്ന് ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തർ അങ്ങനെ ഞാനൊരു ഒബ്സർവർ ആയിരുന്നു അവിടെ. അപ്പോൾ അതാണ് അവിടെ രസമായിട്ടുള്ളത്. പിന്നെ അല്ലാതെ എക്സ്പീരിയൻസ് ഞാനിപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് വീണ്ടും പറയണം. അല്ല എന്ന് വെച്ചാൽ ഞാൻ അതിലൊരു സീനുണ്ട്, കുറച്ച് ഇമോഷനായിട്ടുള്ള സീനാണ്. അപ്പം അതിങ്ങനെ ഞാൻ അതിന് മുന്നേ കുറച്ച് മ്യൂസിക്കും ഒക്കെ കേൾക്കുന്നുണ്ട്. അല്ല ആവാനല്ല, ജസ്റ്റ് അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാതിരിക്കാൻ. അപ്പോൾ ആ ടൈമിലാണ് തരുൺ ചേട്ടൻ പറയുന്നത് ധന്യ ഷോർട്ട് റെഡിയാണ് വന്നോളാൻ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കും തരുൺ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയുന്നുണ്ട് ക്യാരക്ടർ ഇങ്ങനെയാണ്, ഇപ്പോഴത്തെ ഇമോഷൻ ഇതാണ് എന്ന് നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിൽ നിന്ന് മാറാതിരിക്കാനൊക്കെ ആ ഒരു ഫീഡിങ് എപ്പോഴും നടക്കുന്നുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ തൊട്ട് അത് നടക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അയ്യോ സ്പീക്കർ ഉണ്ടായിരുന്നു. ഞാൻ എന്നോട് വരാൻ പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് മ്യൂസിക് ഓഫ് ചെയ്യണം, വേറെ സൗണ്ട്സ് ഒക്കെ ഇനി കേൾക്കാൻ തുടങ്ങും എന്നൊക്കെയാണ് എൻ്റെ ഫീലിംഗ്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നു, നിൽക്കുന്നു. അപ്പോൾ സൈലൻസ് പറയുമ്പോഴത്തേക്കിന് ഒരു മ്യൂസിക് പ്ലേ ആവുകയാണ്. ഇപ്പം അതിലുള്ള മ്യൂസിക് തന്നെ അല്ലല്ല, വേറൊരു ഇമോഷൻ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. കാരണം ഞാൻ വിചാരിക്കുന്നുണ്ട് ആ മ്യൂസിക് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് തന്നെ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കേൾക്കാൻ പറ്റിയായിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതവിടെ കേൾക്കുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ടും
അതവിടെ ഹാപ്പൻ ആയല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അത് ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു കാര്യമായിരുന്നു അത്. ആ വാക്കിന് പല പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. ആ മെൻ്റൽ സ്റ്റേറ്റ് ഇപ്പോൾ സിനിമ കണ്ടവർക്കറിയാം. അതിന് പല ചിന്താഗതികളിലൂടെ അത് എൻ്റെ അടുക്കലും ശ്രീകാന്ത് മുരളി എന്ന ഡയറക്ടർ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞിങ്ങനെ നടന്ന് ഇങ്ങനെ വരുന്നതിൻ്റെ അകത്തുനിന്ന് എന്താണ് ഏതാണ് അതിൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്ന് മനസ്സിലാകുന്നില്ല. നമ്മളന്ന് ഡിസ്കസ് ചെയ്ത് അങ്ങനെ തന്നെയാണ്. അത് നടന്നു വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു മെൻ്റൽ സ്റ്റാറ്റസിലാണ് പോകുന്നത്. അതിന് സ്റ്റേഷനിൽ നിന്ന് കേട്ടതിൻ്റെ സൈബർ സെല്ലിൽ നിന്ന് കേട്ടതിൻ്റെ ഒരു ഇമോഷനുണ്ട്, ഭർത്താവിൻ്റെ ഇമോഷനുണ്ട്, മകളുടെ ഇമോഷനുണ്ട്. ഇതെല്ലാം നമുക്ക് കിട്ടണം. അത് കൃത്യമായിട്ട് ഒരു സംവിധായകൻ വിളിച്ചിട്ട് അയാൾക്ക് കിട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് ബാലു, ലുക്കുമാൻ ഒത്തിരി നല്ല ക്യാരക്ടർ റോൾസ് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാലു ആണെങ്കിലും കൂടുതൽ കൊമിക് ആ പാറ്റേണിലുള്ള സംഭവങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുള്ള ആളാണ്. ഇത് ഈ സിനിമയിലേക്ക് വരുമ്പോൾ ബാലുവിന് എന്തൊരു മാറ്റമാണ് ക്യാരക്ടറിൽ? അല്ല, അത് ബാലു തന്നെ കുറേ കാര്യങ്ങൾ കട്ട് ചെയ്തിരുന്നു. ബാലു തന്നെ കുറേ സിനിമകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ബ്രോ, മച്ചാൻ പോലുള്ള ടേംസ് ബാലു തന്നെ സ്വയം കട്ട് ചെയ്യാൻ വേണ്ടി എങ്ങനെയെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് വരണം മച്ചാൻ അത് കട്ട് ചെയ്തേക്കണമേ എന്ന് പറയാനൊരു മൈൻഡ് ബാലു കാണിച്ചു. പിന്നെ അയാൾ കംപ്ലീറ്റ്ലി ഞാൻ പറഞ്ഞില്ല ഭയങ്കര ടൈമിംഗ് ഉള്ള ആക്ടറാണ്. ബാലുവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ സിനിമകൾ ബാലു ഇതിനും പാർട്ടായിട്ടില്ല. ബാലു ഇങ്ങനെ റിയലിസ്റ്റിക് സിനിമ അല്ലെങ്കിൽ കുറച്ചും കൂടി റോ ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന സിനിമകളിൽ ആഗ്രഹമുണ്ട്. സ്പോട്ടിൽ ഇമ്പ്രവൈസ് ചെയ്യണ സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഭയങ്കര ഗുഡ് ഇമ്പ്രവൈസറാണ്. അപ്പോൾ മുന്നേ ചെയ്ത സീനെ പറ്റിയും അത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പോകുന്ന സീനെ പറ്റിയും പുള്ളി ഭയങ്കര ബോധേഡാണ്. അപ്പോൾ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം അതാണ് വേണ്ടത്. മുന്നേ എന്ത് ചെയ്തു, അതിൻ്റെ കണ്ടിന്യൂറ്റി എങ്ങനെയാണ്, അതൊക്കെ നല്ല ടൈമിംഗ് ഉള്ള ആക്ടറാണ്. ഇമോഷൻസ് നന്നായിട്ട് ഇപ്പം ഒരുപാട് ചിരിപ്പിച്ചവർ ചെറുതായിട്ടൊന്ന് കരയുമ്പോൾ ഭയങ്കര ഇമ്പാക്റ്റാണ് ഇല്ലേ. അപ്പോൾ അതാണ് ബാലുവിൻ്റെയൊക്കെ ഈ ഇമോഷണൽ സീനിനൊക്കെ. അല്ല, ഈ കോമഡി പാറ്റേണിലൊക്കെ ഒരുപാട് ചെയ്ത ആർട്ടിസ്റ്റിന് എല്ലാ സിറ്റുവേഷൻസും ചെയ്യാൻ എക്സ്ട്രീം. അതെ അതെ, കോമഡി ഏറ്റവും ടാസ്ക് എന്ന് പറയുന്നത് സ്ക്രീനിൽ ഹ്യൂമർ പറഞ്ഞ ഒരാളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് എനിക്കൊരു ഹ്യൂമർ സ്ക്രിപ്റ്റ് എഴുതാനൊക്കെ പേടിയാണ്. ഇത് വർക്കൗട്ട് ആവുമോ ഇല്ലയോ എന്നുള്ള പേടിയാണ്. അപ്പം ആളുകളെ ചിരിപ്പിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി അഭിനയം എന്ന് പറയുന്നത് ചുമ്മാ അലറി വിളിച്ച് അഭിനയിക്കുക എന്നുള്ളതാണ്. എല്ലാവരുടെയും ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ക്രീനിൽ വന്നിട്ടുണ്ട് ഭയങ്കര മീശയൊക്കെ പിരിച്ച് അലർഡാ എന്നൊക്കെ പറഞ്ഞാൽ അലറി വിളിച്ച് അതാണ് ആക്ടിങ് എന്നുള്ളത്. അതല്ല, ഹ്യൂമർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ആക്ടിങ്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇമോഷണലും കാര്യം ഇമോഷണലിൻ്റെയൊക്കെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഒന്നാമത് ഒരു ദുഃഖപുത്രി ഇമേജ് ഉണ്ട്. ഒറ്റമുറി വെളിച്ചം എന്ന മൂവി കണ്ടിട്ട് എത്രയോ പേര് എന്നെ വിളിച്ചു. ആ ഓരോ സീനിലും കരഞ്ഞ ആൾക്കാരുണ്ട് കുറേ. അതെൻ്റെ വിജയമാണ്. പക്ഷെ അതിലേക്ക് കാറ്റഗറൈസ് ചെയ്യുക എന്നതിൽ എനിക്ക് അഭിപ്രായമില്ല. കാരണം കോമഡി ഇത് പറഞ്ഞത് എനിക്ക് കോമഡി റോൾസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ടഫായിട്ടുള്ളത്. അല്ല, ടിക്ടോക്കിലൊക്കെ ഒരു നല്ലൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ ഒരു ഇമോഷണൽ സാധനം ചെയ്യാൻ അത് എനിക്ക് ബ്രേക്ക് ഞാൻ ഇപ്പോൾ തീരുമാനം എടുത്തേക്കുന്നത് പറഞ്ഞാൽ എനിക്ക് ബ്രേക്ക് കിട്ടുന്ന ഇമോഷണൽ അങ്ങനത്തെ റോൾസ് ആണെങ്കിൽ ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി ചെയ്യും. അതെനിക്ക് ഒരു ടീം, ആ ടീം ബ്രാൻഡ് എന്നല്ല ആ ടീം. ഇപ്പോൾ ഓപ്പറേഷൻ ജാവ എന്ന് പറയുന്ന ഒരു ടീമായിരുന്നു എന്നെ ഫാസിനേറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ ടീമിൻ്റെ കൂടെ ഞാൻ ചെയ്യും. പക്ഷേ സ്ഥിരം വിളിക്കുന്ന ആൾക്കാരുണ്ട്, അതായത് ഇങ്ങനെ റോൾസിന് മാത്രമായിട്ട് കാറ്റഗറൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള റോൾസ് ഇപ്പം തൽക്കാലം ചെയ്യാൻ, കാരണം വേറെ ഒന്നും ഉണ്ടല്ല, അത് അങ്ങനെ തന്നെ പുഷ് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. കരച്ചിലുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്. ആനന്ദത്തിൽ വിനീത് ശ്രീനിവാസൻ ഒക്കെ വിളിക്കുന്നത് ഡബ് മാഷൻഡറാണ് അല്ലേ? ഒരു വീഡിയോ കണ്ടിട്ടാണ്, യൂട്യൂബ് ചാനൽ ചെറിയൊരു വീഡിയോ കണ്ടിട്ടാണ്. അത് ഹ്യൂമർ ആയിട്ടുള്ള പരിപാടിയല്ലേ ചെയ്തേക്കണം കുറച്ച്. അതുകൊണ്ടാണ് ആനന്ദത്തിലെ ആ റോള്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ആര് നന്നായിട്ട് പാട്ട് പറഞ്ഞു?
സിംഗർ ആരാ? എനിക്ക് തോന്നുന്നത് അന്വേഷിച്ചു ഇല്ല 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 പാട്ടില്ല. എനിക്ക് ഇവർ രണ്ടുപേരും പാടുമോന്ന് എനിക്കറിയാൻ പാടില്ല. ഈ സിനിമയിലെ ഇരുവഴി എന്നുള്ള പാട്ട് നീ പാട്, നീ പാട്. തരും ചേട്ടാ. ഞാൻ പാട്, പാട് 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 കേക്കട്ടെ. അല്ല പാട്, നീ പാട്. ഞങ്ങൾ രണ്ടുപേരും പാട്ടുകാരല്ല, ഞങ്ങളിത് എങ്ങനെ ഇത് വൈറലാക്കാൻ നോക്കിണ്ടിരിക്കുകയാണ്. ചേഞ്ചിന് വേണ്ടി ഇതിന് പറഞ്ഞാൽ മതി, എനിക്ക് ഈ മൂവിയിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, ഞാനത് പാടാൻ എനിക്ക് പാടാനറിയില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു മിമിക്രി ചെയ്യാം. നമ്മുടെ ജനാർദ്ദൻ സാറിന്റെ സൗണ്ട് ഇല്ലേ, ആളുടെ സൗണ്ട് ഞാൻ എന്തായാലും ആദ്യമായിട്ടായിരിക്കും ഒരു ആങ്കർ പിടിച്ചിരുത്തി എന്തായാലും ഒരുപാട് സന്തോഷം. അല്പനേരം 3 പേരും ഒത്തിരി ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ പറ്റി. സിനിമ പ്രേക്ഷകരിലേക്ക് എത്തി, കുടുംബ പ്രേക്ഷകർ സ്വീകരിച്ചു. ഒരുപാട് സന്തോഷം. ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. ഇനിയും തിയേറ്ററിലുണ്ട്. ഇനിയും ഇത് കാണുന്നവർ സിനിമ കാണാൻ വേണ്ടി വരണം. സന്തോഷം. താങ്ക് യു. താങ്ക് യു.